എടോ, അതുകൊണ്ട് എനിക്കൊരല്പ സാവകാശം താ. എന്റെ വീടിനെ ബാധിച്ചിരിക്കുന്ന ഈ വല്ലാത്ത പ്രശ്നം ഞാനൊന്ന് പരിഹരിച്ചോട്ടെ. നോക്ക്, ഞാൻ തന്റെ ഒപ്പം തന്നെയാണെന്ന് തനിക്കറിയാമല്ലോ. തന്നെ വിട്ടിട്ട് എനിക്ക് മറ്റൊരു ജീവിതം ഇല്ലെന്നും തനിക്കറിയാം. അപ്പൊ പിന്നെ ഇങ്ങനൊരു കടമ്പ കടക്കും വരെയെങ്കിലും തനിക്ക് കാത്തിരുന്നൂടെ? എടോ, നമ്മൾ ഒരുമിച്ചുള്ള ഈ ജീവിതത്തിലും നമ്മളിപ്പോ പോകുന്ന പോലെ മുന്നോട്ട് പോകാനേ നമുക്ക് കഴിയുള്ളൂ. അത് മനസ്സിലാക്ക. നോക്ക്, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി വിഷ്ണുട്ട. ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ, എന്നിട്ട് നമുക്കൊന്നിച്ച് താമസിക്കുന്ന കാര്യം ആലോചിക്കാം. അതല്ലേ പറഞ്ഞത്? അമ്മയോട് ഞാൻ പറഞ്ഞോളാം. വിഷ്ണുട്ടിനിപ്പം പൊയ്ക്കോ. ഇനിയും വൈകിയ സത്യമ്മയ്ക്ക് മുന്നിൽ വിഷ്ണുട്ടിന് ഇനിയും എന്തെങ്കിലുമൊക്കെ കള്ളം പറയേണ്ടി വരും. ഞാനതിനെ പറഞ്ഞതിൽ വിഷമിക്കൊന്നും വേണ്ട. ഇല്ല വിഷ്ണുട്ട, നമ്മുടെ ജീവിതം എന്നും ഇങ്ങനെയൊക്കെയാണല്ലോ. ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ അത് നല്ലതാ. വിഷ്ണുട്ട പൊയ്ക്കോ. ഇല്ലെങ്കിൽ ഇനി അമ്മയുടെ ചോദ്യങ്ങൾ കൂടി മറുപടി പറയേണ്ടി വരും. എല്ലാം ശരിയാവും. കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തത് തന്നെ എൻ്റെ ജീവിതത്തിലെ പരാജയം. ശാലിനി പറഞ്ഞത് ശരി തന്നെയാ. ഒന്നിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അത് പരിഹരിക്കാനുള്ള ഓട്ടത്തിൽ ഞാൻ ശാലിനി ബോധപൂർവ്വം മറക്കുന്നതല്ല, ബോധപൂർവ്വം മറക്കപ്പെടുന്നു. അതെൻ്റെ തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും ശാലിനിയുടെ കാഴ്ചപ്പാടിൽ തെറ്റ് തന്നെയാ. മക്കളെ കിട്ടി, പക്ഷെ അമ്മയുടെ മുമ്പിൽ സ്വന്തം മക്കളാണെന്ന് പറഞ്ഞ് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അമ്മയ്ക്ക് മുമ്പിൽ പപ്പി രോഹിത്തിൻ്റെ ശ്യാമയുടെ മകളാ. പപ്പിക്ക് പോലും അറിയില്ല ഞാനും ശാലിനിയാണ് പപ്പിയുടെ അച്ഛനും അമ്മയെന്ന്. സത്യം മോളായിട്ട് കിട്ടി, പക്ഷെ സത്യയ്ക്ക് അറിയില്ല ഞാൻ അവളുടെ അച്ഛനാണെന്ന്. ഞാൻ എന്തൊക്കെ സ്നേഹം കാണിച്ചാലും അത് അവളുടെ ബിഗ് ഫ്രണ്ട് കാണിക്കുന്ന സ്നേഹമായിട്ടല്ലേ അവൾക്ക് തോന്നും. ഇതെല്ലാം പരിഹരിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കണം. ശാലിനിയും മക്കളും ഞാനും അടങ്ങുന്നൊരു ലോകം. അത് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഞാൻ തന്നെയാണ്, ഞാൻ മാത്രം.
മോളെ 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 ബിഗ് ഫ്രണ്ടിന്റെ അച്ഛനാണല്ലേ? മോളോട് ഇപ്പം ഇതാരാ പറഞ്ഞേ? അമ്മ അമ്മ എല്ലാം പറഞ്ഞു. എന്നിട്ട് മോൾക്ക് സന്തോഷമായോ? ഞാൻ പലവട്ടം മനസ്സിൽ ആഗ്രഹിച്ചതാ അമ്മ എന്നോട് പറഞ്ഞത്. എന്താ മോൾ ആഗ്രഹിച്ചേ? വിഷ്ണു അച്ഛൻ എൻ്റെ അടുത്ത് വരുമ്പോ, എന്നോട് സംസാരിക്കുമ്പോ, അച്ഛനില്ലാത്ത കുട്ടിയെന്നും പറഞ്ഞ് കൂട്ടുകാർ കളിയാക്കുമ്പോ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈ വിഷ്ണു അച്ഛനെ ശരിക്കും എൻ്റെ അച്ഛനാക്കി തരാൻ പറ്റുമോന്ന്. ഇപ്പൊ പ്രാർത്ഥന സത്യമില്ലേ? അമ്മ ഇത് പറഞ്ഞപ്പോ മുതൽ അച്ഛനെന്ന് കാണാൻ എത്ര ആഗ്രഹിച്ചെന്നോ. അപ്പൊ അമ്മ പറഞ്ഞു ഇങ്ങോട്ട് വരും. ഇല്ല, അച്ഛനും മോളും കൂടി ഇവിടെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? മോളെ, മോളിങ്ങി വാ. അച്ഛനെ ഇനി വിട്ടേക്ക്. സത്യമ്മ തിരക്കും. എൻ്റെ മക്കൾക്ക് അച്ഛന്ന് ഒന്ന് ഉറക്കെ വിളിക്കാൻ പോലും പേടിക്കേണ്ട അവസ്ഥയാ. മറ്റുള്ളവർക്ക് മുമ്പിൽ സ്വന്തം മക്കളൊന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിടാനാവാത്ത ഒരവസ്ഥ. താൻ പറഞ്ഞത് ശരിയാ. എന്റെ ജീവിതം ഞാനായിട്ട് തന്നെ ഇല്ലണ്ടാക്കി. വിഷ്ണുട്ടാ, അങ്ങനെയല്ല. നമ്മുടെ ജീവിതം ഈ രീതിയിലായി പോയതിന് വിഷ്ണുവേട്ടൻ മാത്രമല്ല കുറ്റക്കാരൻ. ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും ഉണ്ട്. പല സത്യങ്ങളും നമ്മൾ പലർക്കും വേണ്ടി മറച്ചു വെക്കേണ്ടി വന്നു. പകരം നമുക്ക് കൊടുക്കേണ്ടി വന്നത്
നമ്മുടെ ജീവിതം തന്നെ. ഇപ്പൊ സത്യമെല്ലാം വിഷ്ണുവിന് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും നമുക്ക് മുന്നോട്ട് പോകാൻ കരുത്. അങ്ങനെ സമാധാനിക്കും. അതിനൊരു കാര്യം കൂടി വേണം. എന്താ? എടോ, ഇങ്ങനെ നിന്നാലേ താൻ നേരത്തെ പറഞ്ഞ വാചകത്തിന് പ്രസക്തിയുള്ളൂ. എന്നെങ്കിലും നമ്മൾ സ്നേഹിച്ചും സന്തോഷിച്ചും മുന്നോട്ട് പോകും. ഉറപ്പാ. ശാരദാമ്മേ, ഇത് ബിഗ് ഫ്രണ്ട് അല്ല, എന്റെ അച്ഛനാ. ആണോ? മോൾക്കിപ്പോ സന്തോഷായില്ലേ? ആയി, ഒരുപാട് സന്തോഷായി. ആഹാ, ഇവിടെ വന്ന് നിൽക്കുവാണോ? വിഷ്ണു അച്ഛാ, മക്കളെ, മമ്മ. ഈശ്വര, എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലോ? അത് പിന്നെ ഒരിക്കലാവട്ടെ ശാരദാമ്മ. ഇപ്പൊ ഒരുപാട് വൈകി. അച്ഛൻ പോയിട്ട് വരട്ടെ. വരണം. മമ്മ. പോട്ടെ. എന്തിനാ അമ്മേ കരയുന്നേ? ഒന്നുമില്ല, ഒന്നുമില്ല.
നീ വേണമെങ്കിൽ ഇവന്റെ കൂടെ അങ്ങ് പുറത്തോടി. ശാലിനി അവിടെ അല്ലേ? ഇവനാകുമ്പോ ഇവിടെ ഒരു കൂട്ടുമാവും. ഈ വണ്ടിയുടെ ഡ്രൈവറും അപ്പം നീ തന്നെയാണല്ലേ? അത് ശരി, നീ വീണ്ടും കരച്ചിൽ തുടങ്ങിയോ? എന്റെ മോളെ, നീ ഇങ്ങനെ ഓരോന്നോർത്ത് കരഞ്ഞോണ്ടിരുന്ന അതിന് മാത്രം നേരം കാണും. രോഹിത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നീ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നിന്റെ ജീവിതം തിരിച്ചു കിട്ടും. അതിന് ഈ അമ്മ തന്നെയാ ഉറപ്പ്. നമ്മളെ അമ്മ എങ്ങനെയാ ശ്യാമെ വളർത്തിയത്? അച്ഛന്റെ സംരക്ഷണയിലാണോ നമ്മൾ വളർന്നത്? അല്ലല്ലോ. നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മയോട് കാണിച്ച തെറ്റൊന്നും എന്തായാലും രോഹിത് നിന്നോട് ചെയ്തിട്ടില്ല. ചിലരുടെ ലഹരിയിൽ അവൻ അടിമപ്പെട്ടു. ക്ഷമേ, അതൊക്കെ നമുക്ക് പറഞ്ഞു മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അവളാ ആ സുസ്മിത, അവള് രോഹിത്തിനെ വിട്ടുതരില്ല. അങ്ങനെയൊന്നും ഒരാൾക്ക് ഒരാളെ പിടിച്ചു വെക്കാനാവില്ല ശ്യാമേ. ഇവിടെ എന്താ നിയമം കോടതിയൊന്നുമില്ലേ? നമ്മൾ ആ വഴിക്കാ പോവേണ്ടതെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോവും. ഒരു തരത്തിലും രോഹിത്തിനെ ഈ രീതിയിൽ വിടാൻ നമ്മൾ അനുവദിക്കില്ല. നോക്ക്, ഇത് ഞാൻ തരുന്ന വാക്ക്. രോഹിത്തിനെ നിന്റെ മുന്നിൽ എത്തിക്കുമെന്ന് പറയുന്നതും ഞാൻ തന്നെയാ. എന്റെ വാക്ക് നിനക്ക് വിശ്വാസമില്ലേ? എന്നെ വേണ്ടാന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരാളെ വെള്ളം പ്രയോഗിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് എന്ത് പ്രയോജനം? എടി, ഇതെല്ലാം നീ തന്നെ ഉണ്ടാക്കിയതല്ലേ? നീ അന്ന് ആ കത്ത് എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? മതി, എനിക്കൊന്ന് സ്വസ്ഥത. കഴിഞ്ഞു പോയതെല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞ് എന്തിനാ നിങ്ങൾ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നേ? ഒന്ന് കടന്നു പോകുന്നുണ്ടോ എന്റെ മുന്നിൽ നിന്ന്? മോളെ, നമ്മളങ്ങ് അമ്മേ, അമ്മ വന്നേ. അവള് കുറച്ചേരം ധരിച്ചിരിക്കട്ടെ. നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും അവൾക്കിപ്പോ മനസ്സിലാവില്ല. അമ്മ വാ. അമ്മേ, അമ്മേ, ഉറക്കം വരുന്നു, നമുക്ക് കിടക്കാം. വാ അമ്മേ, നമുക്ക് കിടക്കാം. ഏതമ്മ? പോയിക്കോളല്ല എന്റെ മുമ്പിൽ നിന്ന്. ഇവിടെ നിന്റെ അമ്മയുമില്ല, ആരുമില്ല. എനിക്ക് ആരുമില്ല, ഭർത്താവും ഇല്ല, മക്കളും ഇല്ല. ഒറ്റയാണെന്ന് എന്റെ മുന്നിലേക്ക് വന്നു പോകരുത്. ശ്യാമേ, ശ്യാമേ, നീ കാണിക്കുന്നതൊക്കെ കുറെ കടന്നു പോയിട്ടുണ്ട്. നീ ഞാനും നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയ കുഴപ്പങ്ങളാ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല. അതിന് കുട്ടികൾ എന്ത് പഴച്ചു? അവരോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് ആരും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്ന് പോയി തരും എല്ലാരും എന്റെ മുമ്പിൽ നിന്ന്. മോളെ, ഇന്ന് മോള് ചേച്ചിയമ്മയുടെ കൂടെ കിടക്ക്. ദേ, സത്യമുണ്ട്. അപ്പൊ അമ്മ? അമ്മ ഇന്ന് ഒറ്റയ്ക്ക് കിടക്കട്ടെ. അമ്മയ്ക്ക് എന്താ പറ്റിയ ചേച്ചിയമ്മേ? പറയാം. അമ്മ ഇന്ന് ശ്യാമയുടെ കൂടെ കിടക്ക്. വാ. അമ്മയ്ക്ക് എന്താ ചേച്ചിയമ്മേ പറ്റിയ? മോള് വാ, പറയാം. ഇന്ന് നമ്മള് അമ്മയും മക്കളും ഒരുമിച്ച് ഇവിടെയാ കിടക്കുന്നത്. അമ്മയോ? ആ, ചേച്ചിയമ്മ. ഓ അങ്ങനെ. പപ്പിക്ക് എന്റെ അമ്മയുടെ കൂടെ കിടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ അമ്മ നല്ല കഥകളൊക്കെ പറഞ്ഞു തരും, പിന്നെ പാട്ട് പാടിത്തരും, ഇല്ലേ അമ്മേ? അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇന്നമ്മ ഒരുപാട് ടയേർഡാ.
ഇല്ലാത്തോണ്ട് കഥയൊക്കെ പിന്നൊരു ദിവസം ആവാം. പക്ഷെ അപ്പൊ പപ്പി ഉണ്ടാവില്ലല്ലോ. അമ്മ എന്തിനാ ചേച്ചിയമ്മ എന്നെ വഴക്ക് പറഞ്ഞത്? ഞാൻ അമ്മയോടൊപ്പം കിടക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് തന്നെ. എന്നിട്ട് അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? മോളെ, അത് അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ലേ. 2 ദിവസം കഴിയുമ്പോൾ എല്ലാം മാറും. അപ്പൊ അമ്മ മോളെ കെട്ടിപ്പിടിച്ച് ഇപ്പൊ ഈ കാണിക്കുന്നതിനൊക്കെ സങ്കടപ്പെടും. എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് ചേച്ചിയമ്മ? അത് അച്ഛനുമായിട്ട് അമ്മ വഴക്കിട്ടില്ലേ, അതിന്റെ ഒരു ദേഷ്യ. അത് ഇന്നോ നാളെയോ ആയിട്ടൊക്കെ അങ്ങ് മാറും. ഈയിടെയായിട്ട് അമ്മയ്ക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. എന്ത് ചോദിച്ചാലും വഴക്കിടും, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടും. എന്നെ എന്താ എന്റെ അമ്മ പ്രസവിച്ചതല്ലേ? പറ ചേച്ചിയമ്മ. ചേച്ചിയമ്മയ്ക്ക് സത്യോട് എന്ത് സ്നേഹ, കാണുമ്പോ എനിക്ക് കൊതിയാവുക. എന്റെ അമ്മയ്ക്ക് എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല.